ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രാവിലെ അടുക്കളയിലെ കാര്യങ്ങളാട്ടോ. അതായത് എനിക്കും മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബിരിയാണിയാണ്. അപ്പോൾ രാവിലെ ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചാൽ എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നമ്മൾ ചോറും കറിയും തോരനും മീൻ പൊരിച്ചതൊക്കെ വെക്കുന്നതിലും എത്രയോ ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും രാത്രി തന്നെ ചെയ്ത് വെക്കുക. അതായത് ചിക്കനൊക്കെ നമ്മൾ മസാലയൊക്കെ പെരക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും വെജിറ്റബിൾ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കിയിട്ട് വെക്കും കേട്ടോ. പേസ്റ്റ് രാവിലെ ആക്കുന്നതെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ റെഡിയാക്കിയിട്ട് വെക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ സവോളയും കട്ട് ചെയ്തിട്ട് വെക്കാമായിരുന്നു. അപ്പം ഞാൻ ഈ മസാലയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് എയർ ഫ്രയറിൽ ഞാൻ ചിക്കൻ വേവിക്കാൻ വെക്കാട്ടോ ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ആക്കുന്നത്. അപ്പം ഞാൻ പിന്നെ എയർ ഫ്രയറിലാട്ടോ അത് വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പം മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സവാള ഇട്ട് വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് വഴറ്റും. പിന്നെ ഞാനതിൽ മസാലയിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കണം. മസാല പറയുമ്പം എനിക്ക് കൂടുതലായിട്ട് ഞാൻ മസാലയൊന്നും ഇടാറില്ല. ഒരു ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ 1-2 ടീസ്പൂണ് ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ബിരിയാണി മസാല എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഇത്രയും ഞാൻ ഇടാറില്ലൂ. ഇത് കൂടുതൽ അല്ലാണ്ട് ബിരിയാണി മസാലയായിട്ടോ അങ്ങനെയൊന്നും ഇടത്തില്ല. ഗരം മസാല മാത്രമാണ് ഇതാക്കുന്നത്. പിന്നെ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് സാധാരണ റൈസ് ഞാൻ ഇതുപോലെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലും ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് പട്ടയും കറാമ്പൊക്കെ ഇട്ടിട്ടാണ് അതൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. അത് എനിക്കിതാണ് കേട്ടോ ഈസി ആയി തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ലാസ്റ്റ് ദമ്മൊന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ചിലപ്പോഴും ദമ്മൊക്കെ ഇടാറുണ്ട്. ദമ്മ് വെച്ചാൽ വലിയ പ്രൊഫഷണൽ ദമ്മൊന്നുമല്ല. ഞാൻ ഇച്ചിരി ഈ പാത്രത്തിലാക്കിയിട്ട് ഒരു ഇച്ചിരി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ എൻ്റെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയ ശേഷം ഞാൻ മസാല റെഡി ആയാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മസാലയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്രാവശ്യം മേടിച്ചതായിരുന്നു. ഇത് ഇച്ചിരി വലിയ പീസാണ്. അപ്പോൾ ചെറിയ ഒരു ഇതിന് ബിരിയാണി പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ആവശ്യമായ ബിരിയാണി പീസ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഇതുപോലെ മസാലയിലേക്ക് ഇട്ട് ഇളക്കിയ ശേഷം ഇച്ചിരി ഒന്ന് 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക കേട്ടോ. എന്നാൽ ആ മസാലയൊക്കെ ചിക്കനിൽ ഫ്രൈ ചെയ്ത ചിക്കനിലും കൂടി പിടിക്കുമല്ലോ. പിന്നെ ആവി വെള്ളമൊക്കെ വീണിട്ട് ഇച്ചിരി ജ്യൂസി ഫോമിലായിട്ട് അതായത് കുറച്ചൊരു ഇതായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച മക്കൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ദമ്മൊന്നും ആക്കുന്നില്ല. കാരണം അവർക്ക് അധികം മസാല വേണ്ട. ചിക്കൻ ഫ്രൈയിൽ കുറച്ച് മസാല മതി. അപ്പോൾ ദമ്മൊന്നും ഇടാണ്ട് അവർക്ക് വേണ്ട ഫീസും മസാലയും വെച്ച് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഫുഡ് ആക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ചോറും തോരനും അങ്ങനെയുള്ള ഇടയിലിടയിൽ ഇതുപോലെ സാധനങ്ങളും ആക്കും കേട്ടോ. കാരണം അവർക്കൊരു മടുപ്പ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ അതായത് പലതും കൊണ്ടുപോകാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ. എനിക്കായാലും പലതും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴും ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കലുണ്ട്. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒന്ന് വേവിക്കോട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ ബിരിയാണി എന്ന് പറയുമ്പം അവർ എന്തായാലും കഴിച്ചോളും. മക്കളെന്ന് പറയുമ്പോൾ ബിരിയാണി എന്നെല്ലാം പറയുമ്പോൾ കഴിച്ചോളും. ഇവർക്ക് നോൺ വെജ് ഒന്നും ആദ്യം അലൗഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം മൂത്താളൊക്കെ നോൺ വെജ് കൊണ്ടുപോകുന്നുണ്ട്, എല്ലാവരും കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആദ്യമൊക്കെ ഞാൻ വെജിറ്റബിൾ മാത്രമേ കൊടുത്തു വിടാറുണ്ടായിരുന്നല്ലോ കേട്ടോ. ഇപ്പോഴാണ് നോൺ വെജൊക്കെ കൊടുത്തു വിടുന്നത്. പിന്നെ ചെറിയ ആൾ പ്ലേ സ്കൂൾ ആഫ്റ്റർ സ്കൂൾ പോകുന്നതുകൊണ്ട് അവൾക്ക് പിന്നെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ കുഴപ്പമില്ല, എന്ത് കൊടുത്താലും അവിടെ നിന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കഴിക്കുകയും ചെയ്തോളാം. ഇതൊക്കെ ആകുമ്പോഴും മക്കൾക്ക് ചിലപ്പോൾ അതായത് ബിരിയാണിക്ക് ഇഷ്ടമില്ല മക്കൾ കഴിച്ചോളും. അപ്പോൾ വലിയ ആളാണെങ്കിലും കൊണ്ടുപോയത് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇടയിലിടയിൽ ബോറടിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കും. പിന്നെ ഇങ്ങനത്തെ സാധനം ആക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ ലഘുവായിട്ടുള്ള ഭക്ഷണം ആക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് ടോസ്റ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബ്രെഡ് ടോസ്റ്റ് മുട്ട ഇതെല്ലാമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ആക്കാം, പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതവർക്ക് താല്പര്യം കേട്ടോ. അതായത് എന്നും ദോശയും ഇതും ആക്കുന്നതിൽ പകരം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം
ബ്രെഡിലൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള മുട്ടയാട്ടോ ഇഷ്ടം. അങ്ങനെ വലിയ എന്താണ് വെജിറ്റബിൾ ഇട്ടിട്ടൊന്നുമില്ല, അത് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ആക്കി കൊടുത്തു. ഇതെൻ്റെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറിയ ആൾ എഴുന്നേറ്റ് വന്ന് ആളെ റെഡിയാക്കി ഞാൻ ഫുഡ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ആയതുകൊണ്ട് ആളൊന്ന് ഇതായിട്ടിരിക്കുകയാണ്, ഇഷ്ടമില്ല എന്നുള്ളത്. പിന്നെ റാഗീൻ്റെ കുറുക്കുമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആളെങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് കുടിപ്പിച്ച ശേഷം ഞാൻ ഇതാ റെഡിയാവാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എൻ്റെ റെഡിയാവൽ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വലിയ ആൾ അവിടെ നിന്ന് റെഡിയാവുന്നുണ്ട്. അവൾ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കാര്യങ്ങൾ ചെയ്തോളും. പിന്നെ ഹെയർ ഒന്ന് കെട്ടിക്കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പം ഞാൻ ഹെയർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം 2 സൈഡ് ആയതുകൊണ്ട് വലിയ രീതിയിൽ അവൾക്ക് കെട്ടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വേഗം 2 സൈഡ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അവളും അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവും. പിന്നെ ഞാൻ എൻ്റെ ഇതൊക്കെ എടുത്തു വെക്കാനാട്ടോ പോകുന്നത്, അതായത് ലഞ്ച് ബോക്സ് എടുത്ത് വെക്കണം. അപ്പം ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുന്നത് പിന്നെ ഒരു ഓട്ടമായിരിക്കും. രാവിലെ ഒരു 7 മണി 7:30 ആയി കഴിഞ്ഞാൽ 7:45 ആകുമ്പോഴേക്ക് 40 ആകുമ്പോഴേക്ക് ഇവർ ഓട്ടോ വരും. അപ്പം ഞാനിവരെ കൂടെ തന്നെ ഇറങ്ങും. പിന്നെ അതിൽ മുകളിലേക്ക് കയറി വരാൻ പഠിച്ചിട്ട് അപ്പം ഇത് മുടിയൊക്കെ ഇതുപോലെ കെട്ടിക്കൊടുത്ത് ദെൻ അവൾക്ക് ഫുഡെല്ലാം കൊടുത്ത് ചെറിയ ആൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇഷ്ടമല്ലാണ്ട് കഴിച്ചത്, കുറുക്കായതുകൊണ്ട് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പം ഇഷ്ടമല്ലാണ്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. അപ്പോൾ എല്ലാവരും ലഞ്ച് ബോക്സ് ഞാൻ ആദ്യം കഴുകിയെടുത്തുനിന്നെടുത്തിട്ട് കൊണ്ടുവെക്കും. ദെൻ പിന്നെ ഒരാൾക്ക് വേണ്ട അളവിനനുസരിച്ച് ഇതുപോലെ നിറച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. ഇച്ചിരി ചിക്കൻ വെച്ചു, അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുത്തു, ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുത്തു. കച്ചമ്പറൊന്നും ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമായിരുന്നില്ല കച്ചമ്പർ. മക്കൾക്ക് തൈര് ഇഷ്ടമുള്ളതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള തൈര് മാത്രം ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ. ഇത് ചെറിയ ആൾക്ക് ഇത് എടുത്ത് വെക്കുന്നതാണ്. പീസും അതുപോലെ തന്നെ റൈസെല്ലാം ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ എനിക്കും പിന്നെ ഇവർക്ക് എന്താണ് ലഞ്ച് സ്നാക്സ് ബോക്സും വെക്കണം. പക്ഷേ സ്നാക്സ് ബോക്സിൽ ഞാൻ ചെറിയൊക്കെ ഡേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ അവർ കഴിക്കാൻ ഇഷ്ടമില്ലാണ്ട് കഴിച്ചോളും. കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊക്കെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. മൂത്താൾക്കൊന്നും പിന്നെ അകത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബ്രെഡ് ടോസ്റ്റോ പിന്നെ എൻ്റെ ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങാട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ മഴയാണ്, പിന്നെ ഷൂവും സോക്സും ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം ചെരുപ്പിട്ടിട്ട്. ഇനിയിപ്പോൾ അതും കൂടി ഇടേണ്ട സമയമാകുമ്പോൾ അതിനും കൂടി ഇല്ല ടൈമും കൂടെ കാണേണ്ടി വരും. അപ്പം നേരെ ഇറങ്ങും. 8:45 40 ഓട്ടോ വരും. പിന്നെ ഒരു ഓട്ടോ ആണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ താഴേക്ക് ഓടുക ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.